നമസ്കാരം. സഞ്ചാരികളുടെ ഫേവറേറ്റ് ലൊക്കേഷനാണ് വയനാട്. പ്രത്യേകിച്ച് നമ്മൾ മലബാറുകാർക്ക്. ഒരു ദിവസം കൊണ്ട് പോയി വരുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും. അധികം പോക്കറ്റ് കാലിയാവാതെ പോയി വരാൻ പറ്റും എന്നതൊക്കെ വയനാടിൻ്റെ സവിശേഷതകളാണ്. ഒരു കാലത്ത് വയനാടൻ കാഴ്ചകൾ, വെള്ളച്ചാട്ടം, ഡാം, കുറുവാദ്വീപ്, എടക്കൽ ഗുഹ ഇതുപോലുള്ള ലൊക്കേഷനായിരുന്നെങ്കിൽ ഇന്ന് വയനാട് ടൂറിസം ആകെ മാറിയിരിക്കുന്നു. വയനാട് ചുരം കഴിഞ്ഞ് ലക്കിടി മുതൽ റോഡിൻ്റെ ഇരുഭാഗത്തും അഡ്വഞ്ചർ ഗെയിമുകളും പാർക്കുകളും മ്യൂസിയവും ഈ രംഗത്ത് പ്രൈവറ്റ് രംഗത്തുള്ള ഒരുപാട് ടീമുകൾ ഇപ്പോൾ വയനാട് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് പോയി വരുന്നവരൊക്കെ കൃത്യമായി നമ്മുടെ ഇതൊക്കെ നോക്കി മനസ്സിലാക്കി നമുക്ക് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്താൽ കൂടുതൽ യാത്ര ആസ്വാദകരമാവും. കഴിഞ്ഞ വയനാട് യാത്രയിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നു പൂക്കോട് ലേക്ക് വിസിറ്റ് ചെയ്തത്. ഇതിന് മുന്നേ ഒരു 7 വർഷം മുന്നേ ആയിരുന്നു ഞാൻ പൂക്കോട് ലേക്ക് വന്നത്. പിന്നീട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും പൂക്കോട് ലേക്ക് സന്ദർശിക്കാറില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പൂക്കോട് ലേക്ക് വന്നത്. നമ്മൾ ഏകദേശം 100-300 മീറ്റർ ഇപ്പുറം വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിക്ക് പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ട് നടന്ന് വേണം പിന്നെ പൂക്കോട് ലേക്കിലേക്ക് എത്താൻ. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 30 രൂപയും ചാർജ് കൊടുത്ത് ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ കണ്ട കാഴ്ചകൾ വളരെ ദയനീയമാണ്. മുമ്പ് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കെങ്കിലും ഒരു ഊഞ്ഞാലാടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം നശിച്ച് തുരുമ്പെടുത്തിരിക്കുന്നു. ഒരു സാധനവും ഇവിടെ ഇല്ല. ഒരു ആക്ടിവിറ്റീസോ നമ്മൾ 40 രൂപ കൊടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഒന്ന് കയറി ഇരിക്കാനോ പോലും ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ പാകെയുള്ള ആക്ടിവിറ്റീസ് ബോട്ടിംഗ് ആണ്. അപ്പം ബോട്ടിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ 300-400 ആ റേഞ്ചിൽ പല ഓപ്ഷനിലും, പിന്നെ ഏറ്റവും ചുരുങ്ങിയത് 230 മുതൽ 2 പേർക്ക് 230 രൂപ വരുന്ന രീതിയിൽ തന്നെ ചാർജ് കൊടുക്കണം. എന്നാൽ ഈ എൻട്രി ഫീസ് എന്തിനാ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. എല്ലാം നശിച്ച് കിടക്കുന്നു. ഇത്രയും മോശമായ ടൂറിസ്റ്റ് പ്ലേസ് കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ അധികാരി അവിടെ ഇല്ലായിരുന്നു. മറ്റുള്ള സ്റ്റാഫുകൾ പറഞ്ഞത് ഇതൊന്നും ആരും പരാതിപ്പെടുന്നില്ല എന്നാണ്. ജനങ്ങൾ പരാതി പറയുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, ആരും പ്രതികരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും വയനാട് യാത്രയിൽ നമ്മുടെ സമയവും പണവും നമ്മുടെ മൂഡും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ പൂക്കോട് ലേക്ക്. ഇതിൻ്റെ അധികാരികൾ ജസ്റ്റ് ഇവിടെ കൊണ്ടും, കാരണം ഒരുപാട് ആയിരക്കണക്കിന് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും നിരാശയോടെ പോകുന്ന ഒരു സ്ഥലവും ഇതായിരിക്കും. അപ്പോൾ വേണ്ടപ്പെട്ട മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു.